വലിച്ചടച്ച അഞ്ജലി പിന്നിലേക്ക് നീങ്ങി. അവൾക്ക് ആകെ വെപ്രാളായി. എന്താ ഇപ്പോൾ സംഭവിക്കണേ? ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക? പക്ഷെ ആ ഡോറിൽ ശക്തമായ അയാൾ ഇടിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ശക്തിയിൽ തട്ടി തട്ടി തുറക്ക് എന്ന് അലറി കരയുന്നുണ്ടായിരുന്നു. അഞ്ജലി ഓരോ തവണ അയാൾ മുട്ടുമ്പോഴും പിന്നിലേക്ക് നീങ്ങി അവസാനം ആ വാളിൽ വന്ന് അവൾ ഇടിച്ചു. അങ്ങനെ അവൾ ചുറ്റും നോക്കിയപ്പോൾ അത്രയും നേരം പീസ്ഫുള്ളായി ഉറങ്ങിക്കൊണ്ടിരുന്ന പേഷ്യൻ്റ് പോലും കണ്ണു തുറന്ന് അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതും കൂടി കണ്ടതും അഞ്ജലിയുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴാണ് റീത്ത പറഞ്ഞ ആ ബട്ടന്റെ കാര്യം അവൾ ഓർത്തത്. ICU റൂമിന്റെ കോർണറിലുള്ള ആ ബട്ടണിൽ ഓടിച്ചെന്ന് അവൾ പ്രസ് ചെയ്തു. അങ്ങ് ലോങ്ങില് എവിടെയോ ഒരു ബീപ്പ് സൗണ്ട് അവൾക്ക് കേൾക്കാമായിരുന്നു. ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കാതെ കണ്ണടച്ച് ആ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്ത അഞ്ജലി അങ്ങനെ തന്നെ നിന്നു. ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞതും ഡോറിലുള്ള ആ മുട്ടല് അവസാനിച്ചു. എന്നിട്ടും അഞ്ജലി ആ ബട്ടണിൽ നിന്ന് കൈയെടുത്തിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാം സൈലന്റ്. അഞ്ജലി പയ്യെ ആ ബട്ടണിൽ നിന്ന് കൈ മാറ്റി. അപ്പൊ വീണ്ടും ഡോറിലൊരു നോക്ക് കിട്ടി. അഞ്ജലി പിന്നെയും പാനിക്കായി. അയാളാണോ എന്നവൾക്ക് തോന്നി. പക്ഷെ ഈ തവണ റീത്തയായിരുന്നു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. അഞ്ജലി വാതിലോർക്ക് എന്താ പറ്റിയേ? ആ പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? എന്തിനാ ആ ബട്ടൺ പ്രസ് ചെയ്തേ? റിപ്പീറ്റഡായി 2-3 ആൾക്കാരുടെ സൗണ്ട് കേൾക്കാം. അഞ്ജലി ഓടിച്ചെന്ന് ഡോർ ഓപ്പൺ ചെയ്തു. പുറത്ത് റീത്തയും 2-3 സിസ്റ്റേഴ്സും ഒരു ഡോക്ടറും ഉണ്ട്. സിസ്റ്റേഴ്സും ഡോക്ടറും അഞ്ജലി വാതിൽ തുറന്നതും ഓടി ICU റൂമിൽ കയറി പേഷ്യന്റിനെ ചെക്ക് ചെയ്തു. പേഷ്യൻ്റെ BP അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. റീത്തയ്ക്ക് മനസ്സിലായി അഞ്ജലിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അഞ്ജലിയുടെ കൈ വിറയ്ക്കുന്നു. അഞ്ജലി ആകെ പാനിക്കാണ്. പക്ഷെ റീത്ത അപ്പോൾ അഞ്ജലിയോട് ഒന്നും ചോദിച്ചില്ല. ഡോക്ടേഴ്സ് എന്തോ മനസ്സിലാക്കിയ പോലെ ഓക്കെ ഫൈൻ, റിലാക്സ് ചെയ്യൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നും പറഞ്ഞു പോയി. അവസാനം അഞ്ജലി ഒന്ന് റിലാക്സ് ആയെന്ന് കണ്ടതും റീത്ത അഞ്ജലിയോട് ചോദിച്ചു, എന്തു പറ്റി? എന്തിനാ താൻ പാനിക്കായേ? താൻ ഇപ്പോഴും പേടിച്ചിരിക്കുന്ന പോലെയാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റീത്ത അങ്ങനെ ചോദിച്ചതും അഞ്ജലി എന്തോ വിങ്ങി പൊട്ടിയ പോലെ അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയാൻ തുടങ്ങി. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് നിങ്ങൾ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. അയാൾ ആകെ ഓടിക്കെതച്ച് അയാളുടെ വൈഫിന് എന്തോ ലേബർ പെയിൻ ആണ്, ഞാൻ പോയി നോക്കണം, ഇവിടെ എങ്ങും വേറെ ആരുമില്ല, അയാളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ റിക്വസ്റ്റ് ചെയ്ത് എന്നെ 7th ഫ്ലോറിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അപ്പോൾ റീത്ത വെയിറ്റ് എന്താ ഇപ്പം പറഞ്ഞു? അയാളുടെ വൈഫിന് എന്തോ ലേബർ പെയിൻ ആണെന്ന് പറഞ്ഞ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോയി എന്നാ പറഞ്ഞേ? 7th ഫ്ലോറിൽ ലേബർ വാർഡിലേക്ക്. റീത്ത അപ്പോൾ ആക്ച്വലി ഈ ഹോസ്പിറ്റലിൽ 6th ഫ്ലോർ വരെ ഉള്ളൂ. നിങ്ങളെങ്ങനെയാ 7th ഫ്ലോറിൽ പോയത്? അത് കേട്ടതും അഞ്ജലി സ്റ്റക്കായ പോലെയായി. അവൾക്ക് പിന്നെ റീത്തയോട് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നടന്നതൊന്നും പറയാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പേടിച്ച് അഞ്ജലി മിണ്ടാതിരുന്നു. അഞ്ജലിയുടെ ആ സിറ്റുവേഷൻ അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടാണോ എന്നറിയില്ല, റീത്ത പിന്നെ ഒന്നും ചോദിച്ചില്ല. അവരങ്ങനെ അന്ന് രാത്രി മൊത്തം ആ ICUവിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. റീത്തയുടെ അടുത്തുനിന്ന് മാറാതെ അഞ്ജലി റീത്തയുടെ ഒപ്പം തന്നെ നിന്ന് ആ രാത്രി തള്ളി നീക്കി. അങ്ങനെ നേരം വെളുത്തു. അഞ്ജലിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു വരരുതെന്ന് തീരുമാനിച്ചാണ് അഞ്ജലി അവിടെ ഇറങ്ങിയത്. ഇനി എന്ത് തരാമെന്ന് പറഞ്ഞാലും ഇനി അങ്ങനെ ഒരു രാത്രി കൂടി സർവൈവ് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റില്ലെന്ന് അഞ്ജലിക്ക് അറിയായിരുന്നു. അഞ്ജലി തിരിച്ചു പോകുമ്പോൾ മറ്റ് സിസ്റ്റേഴ്സ് അവരുടെ ഷിഫ്റ്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു. അഞ്ജലി ഒരു ഓട്ടോ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു സിസ്റ്റർ അഞ്ജലിക്ക് മുമ്പിലായി ബൈക്കിൽ വന്നിറങ്ങി. ഹസ്ബൻഡിന് ബായ് കാണിച്ച് ആ സിസ്റ്റർ തിരിഞ്ഞ് നടന്നപ്പോൾ ഹസ്ബൻഡ് അവളുടെ അടുത്ത് എന്തോ പറഞ്ഞു വിളിച്ചു. ആ സിസ്റ്റർ തിരിഞ്ഞ് ഹസ്ബൻഡിന് നേരെ നടന്നപ്പോൾ അയാളുടെ ഹെൽമെറ്റ് റിമൂവ് ചെയ്തു. അഞ്ജലി ഷോക്കായി. അവളുടെ മുമ്പിൽ ആ രാത്രി ഓടിക്കതച്ച് ഭാര്യയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചിയ ആ ഹസ്ബൻഡായിരുന്നു ആ ബൈക്കിലുണ്ടായിരുന്നത്. ആക്ച്വലി ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി. എനിക്കറിയാം ഇതൊരു പ്രോപ്പർ എൻഡല്ല, ബട്ട് ഇതെന്തോ ഒരു ലൂപ്പാണ്. അഞ്ജലിക്കെന്നല്ല ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു തരം ലൂപ്പ്. ആ ഹോസ്പിറ്റലിൽ എന്തോ ഒരു
എന്തോ ഒരു അദൃശ്യമായ ശക്തിയുള്ള പോലെ. ഇത് ശരിക്കും നടന്ന സ്റ്റോറി പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡ്രോപ്പ് യുവർ കമൻറ്റ്സ് ആക്ച്വലി. സോ ഇതൊരു വലിയ ലോങ് വീഡിയോ ആയിരുന്നു. ഞാൻ യൂഷ്വലി സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ലൈക്ക് ഇങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ യൂഷ്വലി ഞാൻ പോസ്റ്റ് ചെയ്യാറ് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. അതൊരു 18 മിനിറ്റ്സ് ഡ്യൂറേഷൻ ഉണ്ടാവാറുണ്ട്. ബട്ട് ഈ തവണ എനിക്കിതെന്തോ സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഐ തിങ്ക് ഇതിൻ്റെ 6th പാർട്ടാണ്. ഇപ്പോഴും ഇത് കഴിയില്ലായിരുന്നു. ബട്ട് ഇതാണ് ഞാൻ വിചാരിച്ചു മതി, എനിക്ക് ഭയങ്കര ലോങ് ആയി പോയ പോലെ തോന്നിയതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതിൻ്റെ അതർ പാർട്സ് ലൈക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്നാ, അഞ്ജലിക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്തതെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ അതർ പാർട്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഷോർട്സിലാണ് ഉണ്ടായിരിക്കുക, യൂട്യൂബിലെ വീഡിയോയിലല്ല, ഷോർട്ടിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതൊരു ഭയങ്കര ഹൊറർ സ്റ്റോറിയാണ് ആക്ച്വലി. ഹൊറർ, കൺഫ്യൂസിങ്, ത്രില്ലിങ്, psychological kind of story. Yeah. So if you guys enjoyed this, of course നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റി കാണില്ല, കാരണം നിങ്ങൾക്ക് അതർ പാർട്സ് അറിയില്ലല്ലോ. നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് വന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗ്രോയിങ് സ്റ്റേജിലുള്ള ഒരു യൂട്യൂബറാണ്. യു ഹാവ് ടു സപ്പോർട്ട് മീ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.